വയനാട് ഉരുൾപൊട്ടലിന് ശേഷം കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമായിട്ട് ഫണ്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ. ഈ 2025 ഡിസംബർ 28-ന് അതിൻ്റെ പണി തുടങ്ങും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ സമരത്തിൻ്റെ കാര്യത്തിലോ എടുക്കുന്ന പോലെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഡേറ്റ് ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ജനങ്ങളുടെ പൈസ പറ്റിക്കാത്തവരാണ്. കഴിച്ചിട്ട് ഇതുപോലെ വേറെ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അത് പോകുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും പോകില്ല. അത് നമ്മൾ സംരക്ഷിച്ച് നിർത്തണം സമൂഹം. അങ്ങനെയുള്ളവരെ അടുപ്പിക്കാൻ പാടില്ല. ഒന്ന് രാഷ്ട്രീയമായിട്ടും അല്ലാതെ അവരെ മാറ്റി നിർത്തണം, അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം, എല്ലായ്പ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തുടർന്നു പോകുന്ന ഒരു രീതിയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ അടി. അതായത് അവരുടെ തന്നെ നേതാക്കൾ, ഘടകകക്ഷികളുമല്ല, അവരുടെ തന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. നല്ല പ്രായമുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ളവർ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അവരൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ. ഇവർ ചോദിച്ചത് കറക്റ്റ് ആണ് സീനിയർ നേതാക്കന്മാർ. അവരിതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ ഇതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള അവർ ചെയ്തിട്ടുണ്ടാകും. അതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് അതെല്ലാം പറഞ്ഞു. ഇവർ വീട്ടിൽ വോട്ട് വേണ്ടി പറയുമ്പം അത് അപ്പോഴും നികശകാന്തം എതിർത്ത് മാറ്റണം. അങ്ങനെ ഒരു വലിയ പ്രതിരോധം ജനങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും നടക്കുള്ളൂ. ഫണ്ട് പിരിക്കുന്ന സമയത്ത് രാഹുൽ അന്ന് ആക്റ്റീവായിട്ട് പാർട്ടിയിലുണ്ടായിരുന്ന സമയമാണ്. ഇപ്പം രാഹുലിനോട് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നത് ഞാൻ പാർട്ടിയുടെ ഭാഗമല്ല എന്നാണ്. എങ്ങനെയാണ് സീനിയേഴ്സ് ഉത്തരം പറയേണ്ടത്? സീനിയേഴ്സ് ഇപ്പം ഒരു ചാർജ് ഒരാളുണ്ടെങ്കിൽ തന്നെ അയാൾ പോകുമ്പം അല്ലെങ്കിൽ അയാളെ മാറ്റിവിടുമ്പോൾ അയാളുടെ കയ്യിൽ എന്തൊക്കെ ലയബിലിറ്റി അവർ ഏൽപ്പിച്ചിരുന്നോ അത് തിരിച്ചു വാങ്ങിക്കണം, അല്ലെങ്കിൽ തിരിച്ച് കുടിപ്പിക്കണം. അതാണ് അവർ ചെയ്യേണ്ടത്. അവർ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് കൊണ്ട് വന്ന അപജയമാണ്, രാഷ്ട്രീയ അപജയവും മനുഷ്യത്വമില്ലായ്മയാണ്. ഇപ്പം ഇവിടെ തന്നെ ഇടതുപക്ഷത്തെ രണ്ടാമതും ആളുകൾ തിരഞ്ഞെടുത്ത് വന്നല്ലോ. അപ്പോൾ അതേപോലെ ഒരു അവസ്ഥയാണ് അവർക്കുണ്ടാകുക. അവർക്ക് നിൽക്കാൻ പറ്റില്ല, പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഒരു ഊഹാപോകം ഞാൻ ശരിയായി വരുമെന്ന് അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല. ഇനി പിന്നെ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ കുറേ കൂടെ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ അവരെ അപഗ്രഥിച്ച് നോക്കുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് കിടമ്പലും അതായത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെയും ആളുകൾ വെറുക്കുന്നു. അങ്ങനെ വെറുക്കുന്നത് പക്ഷേ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ BJP ആയിട്ട് ചേർന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എതിർക്കപ്പെടണമായിരുന്നു. അവർ ഈ നേതാക്കന്മാർ പറയണമായിരുന്നു. പക്ഷെ അതും പറയില്ല. അതുകൊണ്ട് അവരുടെ ലൈൻ ശരിയല്ല. പിന്നെ ഈ സമയത്തുള്ള ഒരു കിളിപ്പെടുത്തലും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു ആഘോഷം മാത്രമായിരിക്കും. പിരിച്ച പൈസകളെല്ലാം വേറെ രീതിയിൽ പോകും.